രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. കാളികാവ് അടക്കാക്കുണ്ടിൽ ടാപ്പിംഗ് ജോലിക്കിടെ തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തിയ സംഭവത്തിൽ തൊട്ടടുത്ത പുല്ലങ്കോട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. CITU-വിന്റെയും STU-വിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ 400ഓളം തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നുണ്ട്. സുരക്ഷ ഉറപ്പുവരുത്തുക. വന്യജീവികളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക. വന്യജീവികളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക. ഭയമില്ലാതെ ജോലി ചെയ്യാൻ അനുവദിക്കുക. ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക. പ്രതിഷേധം 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 പ്രതിഷേധം. തൊഴിലാളിക്കം സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്, തൊഴിലാളിക്കം സിന്ദാബാദ്. വന്യജീവികളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക. വന്യജീവികളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക. വന്യജീവികളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക. വന്യജീവികളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക. ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കുക. ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കുക. എസ്റ്റേറ്റിൽ കടുവകളുടെയും കാട്ടാനകളുടെയും ആക്രമണങ്ങൾ ഇടയ്ക്കിടെ നടക്കാറുണ്ട്. സോളാർ വേലികൾ സ്ഥാപിച്ചും തോക്കുധാരികളായ വാച്ചർമാരെ നിയോഗിച്ചും തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കാറാണ് പതിവ്. എന്നാൽ പല സ്ഥലങ്ങളിലും സോളാർ വേലികൾ പല പ്രാവശ്യമായി കാട്ടാനകൾ തകർത്തു. എസ്റ്റേറ്റിലെ രാത്രികാല വാച്ച്മാൻമാർ ഉപയോഗിച്ചിരുന്ന തോക്കുകളുടെ ലൈസൻസ് വർഷങ്ങളായി പോലീസ് പുതുക്കി നൽകുന്നുമില്ല. ഇതോടെ തൊഴിലാളികളും ജീവനക്കാരും ഭീതിയിലാണ്. തോക്കുകളുടെ ലൈസൻസുകൾ പുതുക്കുന്നതിന് മാനേജ്മെന്റും പോലീസും വനം വകുപ്പും നടപടി സ്വീകരിക്കുക, ഭയമില്ലാതെ ജോലി ചെയ്യാൻ സാഹചര്യം ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത്. നേരത്തെ ആനയും പന്നിയും ഒക്കെ സ്വൈരമായി വാഴ്ച സ്ഥലത്ത് ഇപ്പോൾ കടുവയും പുലിയും നരിയും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല സമയത്ത് നമ്മുടെ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതാത് മേഖലകളിൽ രാത്രി വാച്ചർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വാച്ചർമാർക്ക് ആ ജോലി ചെയ്യാനുള്ള ആവശ്യമായുള്ള സുരക്ഷാ ഉപകരണങ്ങൾ അല്ലെങ്കിൽ തോക്കൊന്നും ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും നടക്കുന്നില്ല. വളരെ ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ തൊഴിലാളികളിൽ നിന്ന് ഈ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തൊഴിലെടുക്കുന്നത്. ഇതിനെതിരെ വന്യജീവികളുടെ ആക്രമണത്തിന് തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായുള്ള നടപടികൾ സർക്കാർ തലത്തിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഉണ്ടാവണമെങ്കിൽ മാനേജ്മെന്റ് ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇവിടെ രാത്രി ജോലി ചെയ്യുന്ന വാച്ചർക്ക് ഈ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് ലൈസൻസുള്ള തോക്ക് അനുവദിച്ചു കൊടുക്കപ്പെടേണ്ടതുണ്ട്. അതിന് മാനേജ്മെന്റ് അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വളരെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ലൈസൻസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ തോക്കില്ല എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് രാത്രി വാച്ചർമാർ അതായത് വീട്ടിലേക്ക് ഇരുന്നതിൽ പോലും ലാഭം കണ്ടുകൊണ്ട് മാനേജ്മെന്റ് പിന്മാറുകയാണ്. അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് അടിയന്തരമായി ഇടപെടണമെന്നതാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് സംയുക്തമായിട്ട് ഈ സ്ഥാപനത്തിനകത്ത് സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മാനേജ്മെന്റ് കണ്ണു തുറക്കുന്ന രീതിയിലേക്ക് ഈ സമരം ആളിപ്പടർത്തിക്കൊണ്ടുവരും. അതിന് ഇടപെടുത്തരുതെന്നുള്ളത് അവസാനമായി താക്കീത് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ സമരം ഇവിടെ ആരംഭിക്കുന്നത്. പ്രതിഷേധത്തിന് MK അസീസ്, A സലീം ബാബു, പറമ്പാടൻ ബഷീർ, കൂനർകാടൻ ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. 916 സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.